ഹെർബൽ ലൈഫിനെ പറ്റി എന്താണ് ബ്രോ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ഇപ്പോൾ പുതിയ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി, ഇത് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു, എന്താ ബ്രോ നിങ്ങളുടെ അഭിപ്രായം, ഈ സംഭവം നല്ലതാണോ, ഈ പറഞ്ഞൊക്കെ ശരിയാണോ? കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ മാമ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മാമ യൂസ് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യുന്നുണ്ട്, വീട്ടിൽ അച്ഛൻ പറയുന്ന വണ്ണം കുറയ്ക്കാനായിട്ട് തീർക്കുന്ന കാര്യം. കുറേ ക്ലയൻസ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണ്. നമ്മൾ ഈ കണ്ടപ്പോൾ മറുനാടൻ മലയാളി പോലുള്ള ചാനൽസിൽ കണ്ടുള്ള പല കാര്യങ്ങളും അവർ പറയുന്നത് ശരിയാണ്. ആൻഡ് ഓൾറെഡി ഒരു 6-7 വർഷം മുമ്പ് നമ്മൾ ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടതുമാണ്. ആ വീഡിയോ ഇവർ തന്നെ നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യിപ്പിക്കുക ചെയ്തത്. അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കുറേ മാർക്കറ്റിംഗ് ഇവരുടെ തട്ടിപ്പുകളുണ്ട്, ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റീച്ച് വന്നു. കുറേ ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ പ്രോബ്ലംസ് അനുഭവിച്ച സ്ത്രീകൾ ഒത്തിരി അധികം കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ആണുങ്ങളാണ്. നമ്മൾ മെൻ റിലേറ്റഡ് കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, ബോഡി ബിൽഡിങ്, സ്റ്റെറോയിഡ്സ്, അത് ഇത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എന്നാൽ എൻ്റെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് റീച്ച് വന്നൊരു വീഡിയോ ആയിരുന്നു അത്. കാരണം ഒത്തിരി ആളുകളിലേക്ക് ആ വീഡിയോ എത്തി. കാരണം കുറേ സ്ത്രീകൾ ഇതിനകത്ത് പോയി പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവരുടെ അനുഭവങ്ങളും അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ വീഡിയോ റീച്ച് വന്നപ്പോഴത്തേക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലേക്ക് എനിക്കൊരു ലീഗൽ നോട്ടീസ് വന്നു. ആ ലീഗൽ നോട്ടീസ് ഹെർബൽ ലൈഫിൻ്റെ സൈഡിൽ നിന്നായിരുന്നു. അവരതിനകത്ത് പറയുന്ന പോയിന്റ്, അവരുടെ ലോഗോ, ട്രേഡ് മാർക്ക്, ഇവരുടെ പേര്, ഇതെല്ലാം അവരുടെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഗെയിനിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് അവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ ആ ലെവലിൽ നമുക്കെതിരെ കേസെടുക്കും. അങ്ങനെ കേസെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വലിയ എമൗണ്ട് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ആ സംഭവം. അന്നത്തെ സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന പോലെ വീഡിയോ റിമൂവ് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ റിമൂവ് ചെയ്തു. ഇതെനിക്ക് മാത്രമല്ല, മറ്റ് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പല യൂട്യൂബേഴ്സും ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഹെർബൽ ലൈഫിനെ പറ്റി വീഡിയോ ഇട്ട് ദെൻ അത് റിമൂവ് ചെയ്യേണ്ടി വന്നതിനെ പറ്റി വീഡിയോ ഇട്ടതായിട്ട് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹെർബൽ ലൈഫ് നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എൻ്റെ അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നെവർ, ഒരിക്കലും യൂസ് ചെയ്യരുത്. ഹെർബൽ ലൈഫ് അല്ല, ഇതുപോലുള്ള നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് തിന്നാൽ മതി എന്നും പറഞ്ഞ് എന്ത് സബ്സ്റ്റൻസുകൾ, എന്ത് പൗഡറുകൾ തന്നാലും അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വണ്ണം വെക്കാനോ വണ്ണം കുറയ്ക്കാനോ എല്ലാത്തിനുമുള്ളൊരു മെയിൻ കാര്യം. അതല്ലാതെ ഒരു ഡപ്പയിലുള്ള സാധനം കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഓക്കെ ആക്കി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വെറും തട്ടിപ്പാണ്. ആൻഡ് ഇതൊക്കെ വെറും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പുകളാണ്. ഒരിക്കലും ഇതുപോലുള്ള സാധനങ്ങളിൽ പോയി ചാടാതിരിക്കുക. അവരാണ്, ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ ആളാണ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റൊക്കെ നോക്കി കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. ഇതിൻ്റെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവന്മാരുണ്ട്. അവന്മാർ ചത്ത് കിടന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ പണി കിട്ടിയ ആൾക്കാരെ ഇവർ വായടപ്പിക്കും. സമൂഹവും കുറേ എന്തെങ്കിലും പൈസ കൊടുത്തോ എങ്ങനെയെങ്കിലൊക്കെ ഇവർ വായടപ്പിക്കും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം കുറേ പേര് മിണ്ടാതിരിക്കും, അവർക്ക് നാണക്കേട് കാരണം അവർ ഓൾറെഡി കുറേ പേർക്ക് പ്രൊമോട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് പണി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ അറിയാത്ത പോലെ മാറിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളിൽ പോയി നിങ്ങൾ പെടാതിരിക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലുള്ള ഒരു പൊടിയും വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവത്തില്ല. നിങ്ങൾക്ക് വേണ്ടത് റിയൽ ഫുഡും ആവശ്യത്തിന് വേണ്ട രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസുമാണ്, അല്ലാതെ ഒരു ക്യാപ്സ്യൂളോ പൊടിയോ ഒന്നുമല്ല. ഓക്കെ.